പ്രതിയോഗിയെ രൂപാന്തരപ്പെടുത്തുന്ന പ്രാർത്ഥന. മത്തായി എഴുതിയ സുവിശേഷം 5:21 മുതൽ 30 വരെ. ധ്യാനത്തിനായിട്ട് 23-ാം വാക്യം. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. പാശ്ചാത്യ നാടുകളിൽ എവിടെയോ നടന്ന ഒരു സംഭവ കഥയാണിത്. ഒരിടത്ത് നിർധനരായ 2 വൃദ്ധ ദമ്പതികൾ പാർത്തിരുന്നു. കടം കയറി അവരുടെ സർവ്വസ്വത്തും നഷ്ടപ്പെട്ടു. ഇനി താമസിക്കുന്ന ചെറിയ വീട് മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. ഒടുവിൽ അതിനും കടക്കാർ കേസ് കൊടുത്തു. സമർത്ഥനായൊരു വക്കീലാണ് കേസ് നടത്തുന്നത്. ആ വൃദ്ധ ദമ്പതികളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതിനുള്ള നടപടികളെല്ലാം പൂർത്തിയായി. ഒരു ദിവസം ആ അഭിഭാഷകൻ തൻ്റെ കക്ഷിയോട് പറഞ്ഞു, നിങ്ങളുടെ കേസ് ഇനി തുറന്നു നടത്തുവാൻ എനിക്ക് സാധ്യമല്ല, വേറെ ആരെയെങ്കിലും ഏൽപ്പിച്ചുകൊള്ളുക. ഇത് കേട്ടപ്പോൾ അയാൾ അമ്പരന്നു വക്കീലിനോട് കാരണം അന്വേഷിച്ചു. അപ്പോൾ അയാൾ ആ സംഭവം വിവരിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ ആ വൃദ്ധ ദമ്പതികൾ താമസിക്കുന്ന വീട്ടിൽ പോയിരുന്നു. പകുതി അടഞ്ഞു കിടന്ന വാതിലിൽ ഞാൻ മുട്ടി. അനക്കമൊന്നും കേൾക്കാഞ്ഞതുകൊണ്ട് വാതിൽ അല്പം കൂടി തുറന്ന് അകത്തേക്ക് നോക്കി. ആ വൃദ്ധ കിടക്കയിൽ ഇരിക്കുകയാണ്. പഞ്ഞികൊണ്ട് നെയ്തെടുത്ത കിരീടം പോലെയുള്ള മുടി. ഭർത്താവ് അടുത്ത മുറിയിൽ നിന്ന് മെല്ലെ നടന്നു വന്ന് അവരുടെ കിടക്കക്കരികിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അയാളുടെ പ്രാർത്ഥന ഞാൻ ശ്രദ്ധിച്ചു. അത് ഇപ്രകാരമായിരുന്നു: പരമനാഥ, അവിടെ നിന്നുവരെയും ഞങ്ങളെ വഴി നടത്തിയല്ലോ. ഞങ്ങൾക്കൊന്നിനും പരാതിയില്ല. അവിടുത്തെ സുസ്ഥിരമായ സ്നേഹത്തിൻ്റെ കരങ്ങൾ ഞങ്ങളെ പിടിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഈ വീട്ടിൽ നിന്ന് കടക്കാർ ഞങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടുവാൻ പോവുകയാണല്ലോ. വല്ല അഗതിമന്ദിരങ്ങളിലും ഞങ്ങൾക്ക് അഭയം ലഭിച്ചെന്ന് വരാം. ഇല്ലെങ്കിലും ഞങ്ങൾക്ക് പരാതിയില്ല. നാഥ, ഞങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടുന്നവരോട് വിദ്വേഷത്തിൻ്റെ കണിക പോലും ഞങ്ങൾക്കുണ്ടാകരുതേ. ഈ കേസ് നടത്തുന്ന അഭിഭാഷകനെ അനുഗ്രഹിക്കണമേ. ജീവിത സായാഹ്നത്തിൽ അയാൾക്കും ഈ അനുഭവം ഉണ്ടാകാവുന്നതാണല്ലോ. അങ്ങനെ വരരുതേ. അവിടുന്ന് അയാളെ കാത്തുകൊള്ളണമേ. ഞങ്ങളെ ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കുവാനാണല്ലോ അങ്ങ് കൽപ്പിച്ചിരിക്കുന്നത്. ആ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ആ വൃദ്ധ ദമ്പതികളുടെ ഈ പ്രാർത്ഥന എന്നെ തളർത്തിയിരിക്കുന്നു. ഇനി ഈ കേസ് നടത്തുവാൻ ഞാൻ അശക്തനാണ്. അഭിഭാഷകനെ സംഭവം വിവരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കക്ഷി അല്പസമയം ഇതികർത്തവ്യമുടനായി ഇരുന്നുപോയി. പിന്നീട് അദ്ദേഹം എഴുന്നേറ്റ് വൃദ്ധൻ എഴുതി കൊടുത്ത പ്രോമിസറി നോട്ട് വാങ്ങി തുണ്ടായി കീറി ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു. വൃദ്ധൻ്റെ പ്രാർത്ഥന അഭിഭാഷകനെ മാത്രമല്ല, അയാളുടെ കക്ഷിയെയും രൂപാന്തരപ്പെടുത്തി. സ്നേഹത്തോടു കൂടിയ പ്രാർത്ഥനയ്ക്ക് മാത്രമേ മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തുവാനുള്ള കരുത്ത് ഉണ്ടായിരിക്കുകയുള്ളൂ. ആരോടെങ്കിലും നേരിയ വിദ്വേഷം പോലും മനസ്സിൽ വെച്ചുകൊണ്ട് നാം പ്രാർത്ഥിച്ചാൽ അങ്ങനെയുള്ള പ്രാർത്ഥന നമ്മെയും മറ്റുള്ളവരെയും രൂപാന്തരപ്പെടുത്തുകയില്ല. മനുഷ്യനെ രൂപാന്തരപ്പെടുത്താത്ത പ്രാർത്ഥന നിർജീവമാണ്. നമ്മെ മാത്രമല്ല മറ്റുള്ളവരെയും രൂപാന്തരപ്പെടുത്തുന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഓർക്കണമേ, ദൈവത്തെ പ്രാർത്ഥനയിലെ പ്രഥമ സ്ഥാനത്ത് പ്രതീക്ഷിച്ചാൽ കാര്യങ്ങളുടെ കീഴ്മേൽ മറിച്ചൽ നമ്മിൽ അനുഭവപ്പെടുന്നത് കാണാനാകും. യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.